ഓരോ വ്യക്തിക്കും അവരുടേതായ സ്ഥാനങ്ങളെ നാം വകവെച്ചു കൊടുക്കണം. അത് ഒരുപക്ഷെ ശിഷ്യനായിരിക്കാം, ഉസ്താദായിരിക്കാം. എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഒരിക്കല് ഞാൻ സേവനം ചെയ്യുന്ന എന്റെ മഹല്ലില് എന്റെ വന്യരായ ഒരു ബദർ സാദാത്ത് തങ്ങൾ ഉസ്താദ് ഒരിക്കൽ വരെയുണ്ടായി. അവിടെ ഒരു നിക്കാഹിന്റെ വേദിയാണ്. ആ നിക്കാഹിന്റെ വേദിയിൽ നിക്കാഹ് ഉസ്താദാണ് കാർമികത്വം വഹിക്കുന്നത്. ആ സമയം ഉസ്താദ് നിക്കാഹിന് കാർമികത്വം വഹിച്ചു. ശേഷം അവിടുന്ന് ഉസ്താദ് എന്നോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു. സ്വാഭാവികമായിട്ട് അവിടെ ഒരിക്കലും ഞാൻ ദുആ ചെയ്യാൻ അർഹനല്ല, ദുആ ചെയ്യാൻ പാടില്ല. കാരണം എന്റെ മുന്നിലായ ഗുരു ഉണ്ടായിരിക്കുന്ന സമയത്ത് അതെനിക്ക് ചെയ്യാൻ പാടില്ല. മുന്നിലായ എന്റെ ഗുരുവിന് അത് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ വെച്ചിട്ട് ദുആ ചെയ്യണമെന്ന് പറയേണ്ട കാര്യമില്ല. ഉസ്താദ് എന്നെ അവിടെ ദുആ ചെയ്യാം. പക്ഷേ അവിടുന്ന് ഞാൻ ഒരു സേവനം ചെയ്യുന്ന ഒരു മഹല്ലാണല്ലോ അത്. അവിടെ എന്നെ അംഗീകരിക്കുന്ന എന്റെ കീഴിലുള്ള ഒരുപാട് ആളുകൾ അവിടെ ചുറ്റുഭാഗത്തുണ്ടല്ലോ. അപ്പോ അവരുടെ മുന്നിൽ എനിക്ക് തന്ന പരിഗണന ഞാൻ സ്വാഭാവികമായി അവിടെ ചെറുതായി പോവുകയായിരുന്നു. എന്റെ ഹൃദയം അത്രയും എന്നെ പരിഗണിച്ചു ബഹുമാനപ്പെട്ട എന്റെ ഗുരുവര്യർ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരാൾക്ക് അർഹിക്കുന്ന സ്ഥാനങ്ങളെ അത് നമ്മൾ വകവെച്ചു കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോഴാണ് അസ്വാരസ്യങ്ങളില്ലാതെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ.